ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബാത് പിടിക്കടുമാ? വേണ്ട, എന്നെ പിടിക്കണം. ആഹാ. ഞാൻ തന്നെ നടന്നോളാം. എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുക. വരുന്നു. ഇതാരാണ് ഇവിടെ പാല് കിട്ടെ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇല്ലാതെ. എന്റെ കരണേ, നാണപ്പച്ചേട്ടൻ കാലത്ത് ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എത്തിയില്ലേ? എന്നെ നോക്ക്, നമുക്കൊന്ന് ആഘോഷിക്കണം. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? അവിടുത്തെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? നാണപ്പച്ചേട്ടനെ കാണിച്ചു തരാം. ഈ നാണപ്പച്ചേട്ടനെ കാണിച്ചു തരാം. നിന്റെ മോന്റെ കണ്ണാടി ഇത്ര കാട്ടി. വണ്ടി കിടന്ന് കണ്ടില്ലേ, 10-15 വർഷമായി ഞാൻ ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ടും കാണാൻ തുടങ്ങിയിട്ട്. ഭർത്താവാണ് പോലും. ഒരു കുഞ്ഞിക്കാലി കാണാത്ത എന്താണെന്ന് അങ്ങേരോട് ചോദിക്കാൻ ഒരു പട്ടിയില്ല. കാർത്തിയാന് ചീത്തയാണെന്ന് പറയാനേ നാട്ടുകാരുള്ളൂ. എന്താടി നീ വന്നേന്ന്. ചോദിച്ചാ നീ സത്യം പറയണം. അപ്പനില്ലാത്ത നേരം കുടികിറങ്ങാനും വന്നു.
അപ്പൊ പിന്നെ ആരാ? നിന്നെ ചതിച്ചവരാരാ? ആരാ? നിന്നെ ചതിച്ചവരാര്? ഈ സത്യം പറഞ്ഞില്ലേ നിന്നെ കൊല്ലുകയാണ്. ആരാ? പറ, പറ. ഭഗവാനേ, മുരുകൻ വന്നാ ഞാൻ ഇനി എന്ത് സമാധാനം പറയും? മുരുകനോട് ഞാൻ എന്ത് പറയും? ഇല്ലപ്പ, അപ്പന്റെ മുരുകൻ വരില്ല, വരില്ല. എന്താടി എന്റെ മുരുകൻ മരിച്ചോ? അല്ലെങ്കിൽ അവൻ ആരെങ്കിലും കൊന്നോ? അവൻ കത്തയച്ചതല്ലേ? വരാന്ന് പറഞ്ഞതല്ലേ? എന്റെ പൊന്നുമക്കളെ, അപ്പനെ നീ ചതിക്കായിരുന്നല്ലേ മോളെ? വായിച്ചു നോക്ക്. ഉണ്ണിയേട്ടൻ എനിക്ക് കൊടുത്തയച്ച കത്ത. എന്റെ രാധേ, അച്ഛനും ചേട്ടനും വന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ചു വരും. ഒരു കാര്യം പ്രത്യേകിച്ച് നിന്നെ അറിയിക്കുകയാണ്. മുരുകൻ ഒരിക്കലും വരില്ല. മുരുകൻ കത്തുകൾ അയച്ചിട്ടുമില്ല. മുരുകന്റേതായി വന്ന കത്തുകൾ ഞാൻ തന്നെ എഴുതിവിട്ടതാ. എന്നോട് ക്ഷമിക്കണം. നിന്നോട് തോന്നിയ സ്നേഹം അതിന് കാരണം. നിന്നിലേക്കും നിന്റെ വീട്ടിലേക്കും നിന്റെ മനസ്സിലേക്കും കടന്നു വരാൻ വേണ്ടി ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. മാപ്പ്, ഒരു 100 വട്ടം മാപ്പ്. കാത്തിരിക്കണം. രാധ എന്റേതാ, എന്റേത് മാത്രം. അപ്പോ ഈ അവനും കൂടി ചതിക്കായിരുന്നു. കാണണ്ട, എനിക്ക് ആരുമില്ല. ഈ കൊല്ലം നാളേണ്ട ആരുമില്ല. എനിക്ക് ആരുമില്ല. എനിക്ക് ആരുമില്ല.